മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന വാർത്തയിലേക്കാണ് എ കെ ആന്റണി, വി എം സുധീരൻ, കെ മുരളീധരൻ എന്നിവരുടെ അഭിപ്രായം കൂടി തേടും. വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നു. വിനിത, അപ്പോൾ ഇനിയും ഇന്നലെ 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇനിയും ചർച്ചകൾ ബാക്കിയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ചർച്ച തന്നെ ചർച്ച, അത് കഴിഞ്ഞ് എപ്പോൾ തീരുമാനം ഉണ്ടാവുമെന്ന് കരുതണം വിനിത? ഹഷ്മി, തീരുമാനം ഏതാണെങ്കിലും 2 ദിവസത്തിനിടയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 3-3.5 മണിക്കൂർ നീണ്ട ചർച്ചകളാണ്. ആ ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. ഈ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്താനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഹൈക്കമാൻഡ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തും. അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞതിന് ശേഷമായിരിക്കും, ആ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും ഒരു അന്തിമ പേരിലേക്ക് എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ എ കെ ആന്റണി, ഒപ്പം തന്നെ മുരളീധരൻ, വി എം സുധീരൻ എന്നീ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് സംസാരിക്കും. ഒപ്പം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് അവരുടെ കൂടി അഭിപ്രായം ഈ ഘട്ടത്തിൽ തേടുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ മുതിർന്ന നേതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായം എന്നിവ കൂടി പരിഗണിച്ചായിരിക്കും ആ മുഖ്യമന്ത്രി പേരിലേക്കുള്ള അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുക. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുമായും ആശയവിനിമയം നടത്താനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞതിന് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ഇനി ഏറെ ഒരു ചർച്ചയെന്നോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു കൂടുതൽ സമയമോ ഉണ്ടാവില്ല. വളരെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ ഒരു ഇച്ഛാശക്തി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ നടന്ന ചർച്ചയിലും ഇപ്പോൾ കെ സി വേണുഗോപാൽ തനിക്കുള്ള MLA-മാരുടെയും MP-മാരുടെയും പിന്തുണ വെച്ചുകൊണ്ട് ക്ലെയിം അതിശക്തമായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. വി ഡി സതീശൻ ഹൈക്കമാൻഡോട് പറയുന്നത് കെ സി വേണുഗോപാൽ പോയ കാലങ്ങളിൽ ഈ പറയുന്ന സംഘടനയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കുകയും ഈ പറഞ്ഞ നിയമസഭാ ടിക്കറ്റിലടക്കം രാഹുൽ ഗാന്ധിയുമായി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്നുള്ള സ്വാധീനം ദുരുപയോഗം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വി ഡി സതീശനും പറഞ്ഞു. സീനിയോറിറ്റിയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ രമേശിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഈ 3 നേതാക്കളും ഏതെങ്കിലും തരത്തിൽ കമാന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകുന്നതിന്റെ സൂചന കാണിച്ചിട്ടില്ല. അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം അന്ത്യമെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് വിനിത. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹഷ്മി. അവസാനം ഇപ്പോൾ ആ ഒരു പന്ത് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ഹൈക്കമാൻഡിന്റെ കയ്യിലാണെന്ന് തന്നെ നമുക്ക് പറയാം. അത് ഏത് രീതിയിൽ ഈ 3 നേതാക്കളും അർഹരാണ്. 3 നേതാക്കളും മുന്നോട്ട് വച്ചിരിക്കുന്ന അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഹൈക്കമാൻഡ് ഇതുവരെ സ്വീകരിച്ചു വന്ന കീഴ്വഴക്കമുണ്ട്. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ പൊതുവികാരം അടക്കമുള്ള കാര്യങ്ങൾ, ജനവികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 3 നേതാക്കളും സമുന്നതരായ നേതാക്കൾ തന്നെയാണ്. ഇവരിൽ ഒരാളെ തീരുമാനിക്കുമ്പോൾ, ഈ 3-ൽ മുഖ്യനാരെന്ന് തീരുമാനിക്കുമ്പോൾ ബാക്കിയുള്ള 2 പേരെയും അവരെ കൂടി ഒപ്പം നിർത്തേണ്ടതായിട്ടുണ്ട്. ഈ മറ്റ് ഒരു പിണക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമോ ഉണ്ടാകാതെ ഒരു സമവായത്തിലേക്കടക്കം എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഹൈക്കമാൻഡ് ഈ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത്. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഹൈക്കമാൻഡ് തന്നെ ആകെ ആശയക്കുഴപ്പത്തിലാണെന്നാണ് തോന്നുന്നത്. അത് പരിഹരിക്കാൻ കൂടിയാണ് ഈ നേതാക്കളുമായി കൂടി സംസാരിക്കുന്നതെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി, എ കെ ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം ഈ ഘട്ടത്തിൽ അവർ തേടും. അത് കൂടി ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഒപ്പം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി അറിയും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഹഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.